ലൈവത്തോടാണ് മലയാള സിനിമയിൽ സംഭവിക്കുന്നതെന്ന് ഗായത്രി വർഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗായത്രി വർഷ, വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ആയിട്ടില്ല, ഓണം. ഓക്കെ, അപ്പം ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗായത്രി? ഓണം അടിച്ചു പൊളിച്ചു പോണു. ഓണം ഗംഭീരമായിട്ട് പോകുന്നു. സംഭവ ബഹുലമല്ലേ ഓണം? ഓക്കെ, സംഭവ ബഹുലമാണ്, വാർത്താ ബഹുലമാണ് അല്ലേ? അപ്പോൾ ഗായത്രി, ഞാൻ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ഈ പുതുതായിട്ടൊരു സംഘടന വരാൻ പോകുന്നു ഫെഫ്കയ്ക്ക് സമാന്തരമായി എന്ന് കേട്ടു. അതിൽ ആഷിഖ് അബു ഉണ്ട്, റിമ കെല്ലിങ്കലുണ്ട്, അഞ്ജലി മേനോനുണ്ട്. ലിജോ ജോസ് പെല്ലിശ്ശേരി പിന്തുണ പ്രഖ്യാപിച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആ പിന്തുണ പിൻവലിച്ചിട്ടുണ്ട്. വിനയനും ബൈലോ കിട്ടിയതിന് ശേഷം നമുക്ക് അത്തരം ഒരു സംഘടനയെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിലാണ്. താങ്കളുടെ ഒരു നിലപാട് എന്താണ് ഗായത്രി? ഈ ഫെഫ്കെ പോലെ ഒരു വലിയ ട്രേഡ് യൂണിയൻ്റെ ഭാഗമായി അതിന് ബദലായി ഒരു സംഘടന വരുന്നത് പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് എന്ന പേരിൽ, അതിനെ താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടോ? എന്താണ് നിലപാട്? ഇത് നമ്മൾ ഈ പോകുന്ന ഒരു വഴി ചർച്ച പോലും തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടെക്നീഷ്യന്മാരുടെ ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം അവിടെ ഉണ്ട്. ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുന്നത് അമ്മയുമായി ബന്ധപ്പെട്ട, ആർട്ടിസ്റ്റ് അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് പെരുവഴി നിൽക്കുന്നത്. ഈ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ട്രേഡ് യൂണിയൻ സംവിധാനം വേണമെന്നുള്ളത്, അത് ആർട്ടിസ്റ്റുകൾക്ക് സെപ്പറേറ്റ് വേണമെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷെ കൃത്യമായ ഒരു ട്രേഡ് യൂണിയൻ പരിരക്ഷ വേണം. നിയമം രണ്ടാണ്. നിലവിൽ വരാൻ പോണ സംഘടനകൾക്കും ട്രേഡ് യൂണിയൻ സ്വഭാവമാണോ, എന്താണ് അതിന്റെ? ഇപ്പം എനിക്കൊന്ന് വിനയൻ സാർ പറഞ്ഞാണ് അതിന്റെ നിയമാവലി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ എന്തായാലും അനാഥരായിട്ട് റോഡിൽ നിൽക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു കിട്ടുപാട് വേണം, നിയമപരിരക്ഷ വേണം, തൊഴിലാളി എന്നുള്ള നിലയിലുള്ള പരിരക്ഷ വേണം. ആ പരിരക്ഷയ്ക്ക് ഉതകുന്ന ട്രേഡ് യൂണിയൻ സംവിധാനം വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ചർച്ചകളിൽ ആദ്യം പറഞ്ഞത് ഞാനാണ്, ഒരു ട്രേഡ് യൂണിയൻ സംവിധാനമാണ് വേണ്ടതെന്നുള്ളത്. പക്ഷെ ഈ കേൾക്കുന്ന വാർത്തകൾക്ക് എത്രമാത്രം ആധികാരികതയുണ്ട്, എത്രമാത്രം കെട്ടുറപ്പുണ്ട് എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. അത് രണ്ടാമത്തെ ഒരു കാര്യം AMMയുമായി ബന്ധപ്പെട്ടാണ്. AMMയിൽ ഇപ്പോൾ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരും എന്നാണ് വിനുമോഹൻ നമ്മളോടും പറഞ്ഞത്. കാരണം ഈ സ്പെഷ്യൽ ജനറൽ ബോഡി ഉടൻ കൂടി മാത്രമേ ഇനി ആ AMMയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ്. പക്ഷെ അതേസമയം SIT ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നു. WCCയിൽ തന്നെ ഈ SITയുടെ അന്വേഷണത്തിൽ ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. അങ്ങനെ ഈ SIT അന്വേഷണത്തോട് വിയോജിക്കുന്നുണ്ടോ ഗായത്രി നിങ്ങൾ? SIT അന്വേഷണത്തോട് ഞാൻ വിയോജിക്കുന്നില്ല. കാരണം എനിക്ക് അവരുടെ നടപടിക്രമങ്ങളെ കുറിച്ച് വളരെ ധാരണയുണ്ട്. ഒരു കേസിൽ ഞാൻ സാക്ഷിയും കൂടെ ആയതുകൊണ്ട് നടപടികൾ എത്ര വേഗം എത്ര കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെയാണ് നടക്കുന്നതെന്ന് എനിക്ക് വളരെ കൃത്യമായി എന്റെ അനുഭവത്തിൽ അറിയാം. അതുകൊണ്ട് എനിക്ക് SITയുടെ നടപടിക്രമങ്ങളിൽ നിലവിൽ എനിക്ക് മറ്റ് വ്യക്തത കുറവോ സംശയമോ അത്തരത്തിലൊന്നുമില്ല. അപ്പോൾ SIT WCCയിലെ ചില അംഗങ്ങൾ പറയുന്നത് ഈ SITയുടെ അന്വേഷണത്തിൽ ഈ ഡോക്യുമെൻ്റൊക്കെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അത് സ്വകാര്യതയെ ബാധിക്കുമെന്നൊരു ആശങ്ക ചിലരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട് ഗായത്രി. ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിത് ഒരു സംവിധാനത്തിൽ കൂടിയല്ല പോകുന്നത്, ഒരു പൈപ്പ് ലൈനിൽ പോകുന്ന ഒരു നിർവഹണ രീതിയല്ല. നമ്മൾ ഇതിന്റെ അകത്ത് പോകുന്ന ജുഡീഷ്യറി, സ്റ്റേറ്റ്, പോലീസ്, ഇങ്ങനെ പല വിഭാഗങ്ങളിൽ കൂടി പോകുന്ന ഓരോരുത്തരുടെയും കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ എന്താ പറയാ, അവനവന്റെ പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പലയിടത്തും ഡൈല്യൂട്ടഡ് ആണ് നമ്മളുടെ ഇടയിൽ. ഇതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ഇന്റർവ്യൂ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതേ രീതിയിൽ പുറത്തു വരുന്നതിനേക്കാളും അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് തന്നെ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് മാറണം എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞു. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണ്ട എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. വന്നത് എന്തുകൊണ്ടും നല്ലത്. പക്ഷെ വന്നു കഴിയുമ്പോൾ ഈ ഇരയുടെ സ്വകാര്യത എന്ന് പറയുന്ന ഇവിടെ സംരക്ഷിക്കപ്പെടാൻ സാധ്യതയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് WCCയുടെ ഇപ്പോഴത്തെ ആർഗ്യുമെന്റ്. അപ്പൊ ഞാൻ പറയുന്നത്, വ്യക്തിപരമായി ഞാനാണെങ്കിൽ ഒരു നിലപാടെടുത്ത് നമ്മൾ ആ നിലപാടിൽ നിൽക്കണം. റിപ്പോർട്ട് പുറത്തു വരികയും അതിന്റെ മേലുള്ള ചർച്ചകൾ അല്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് അതിൻ്റെ അകത്ത് വരുന്ന ഏത് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഒരു തന്റേടം നമുക്ക് വേണം. അതല്ലെങ്കിൽ അത് വരാതെ വളരെ കൃത്യമായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ അത് കൃത്യമായി നടക്കുമെന്ന് പറയുന്ന കോൺഫിഡൻസിൽ വേണം. ഇതിപ്പോ പാടത്തും അല്ല വരമ്പിലും അല്ല എന്ന് പറയുന്ന നിലപാട് നമ്മൾ എടുക്കരുത്. ഓക്കെ, താങ്ക് യു, മനസ്സിലായി ഗായത്രി. എന്തായാലും താങ്ക് യു ഗായത്രി പ്രതികരിച്ചതിന്. അപ്പം കാര്യങ്ങൾ ഉഷാറായി നടക്കട്ടെ. എനിക്കൊന്നു ഈ വിവാദങ്ങൾക്കിടയിൽ പലപ്പോഴും തല ഇങ്ങനെ പുകയേണ്ടി വരുന്നുണ്ടാവും അല്ലേ? കാര്യം പലരും പല നിലപാടുകൾ പറയുന്നു, പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നു, സംഘടനകൾ വരുന്നു, അന്വേഷണം വരുന്നു അല്ലേ ഗായത്രി? അല്ല, അതിൻ്റെ അത് നമുക്ക് ധാരണയുണ്ടെങ്കിൽ നമുക്ക് തല പുകയുണ്ട്, നമുക്കൊരു നിലപാട് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റും. എനിക്ക് തല പുകയുന്നില്ല, പക്ഷെ ഒറ്റ നിലപാടിൽ നിന്നാ. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ എന്റെ ഓണം കൊണ്ടുപോയി എന്നുള്ളതൊരു വാസ്തവമാണ്.
മാധ്യമങ്ങളുടെ ഇതൊക്കെയാണല്ലോ മാധ്യമങ്ങൾക്ക് ഓണമല്ലേ ഒരർത്ഥത്തിൽ. മാധ്യമങ്ങളിൽ കുറച്ചുകൂടെയൊക്കെ അതെ അതെ തീർച്ചയായിട്ടും. നമ്മളത് ഇന്ന് നമ്മൾ എഡിറ്റോറിയൽ ടീം നമ്മൾ ആ പോളിസി മുറുക്കെ പിടിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാര്യം ഒരു തരത്തിലും നമ്മൾ പുറത്തുവിടുന്ന വാർത്തയിൽ പുറത്തുവിടുന്ന ഒരു വാർത്തയിലും ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ സ്വകാര്യതയെ ബാധിക്കാനോ അവർക്ക് പിന്നീട് പ്രൊഫഷണലായിട്ട് ദോഷം ചെയ്യുന്ന ഒന്നും നമ്മൾ ചെയ്യില്ല എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് ഗായത്രി. തീർച്ചയായിട്ടും അത്യാവശ്യമാണ്, അത് വേണം. അതെ അതെ. താങ്ക് യു ഗായത്രി. താങ്ക് യു. ഗായത്രി വർഷയാണ് നമുക്കൊപ്പം ചേർന്നത്. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്.